ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമ്മളെ പാവയ്ക്ക ഉണങ്ങുന്നൊരു വീഡിയോ കാണിക്കുന്നത്. പാവയ്ക്കാന്ന് വെച്ചാൽ മൂന്നാമത്തെ രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തിട്ടായി പാവയ്ക്ക വാട്ടിയെടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ രണ്ടാമത്തെ രീതി ചെയ്ത പോലെ തന്നെ വെള്ളം തിളപ്പിച്ച് വെച്ച് അതിൻ്റെ അകത്ത് പാവയ്ക്ക വട്ടത്തിൽ ഇടുവേ. എന്നിട്ട് വെള്ളം തിളച്ചിട്ടേ ഇടാവുള്ളൂ കേട്ടോ. കാശ്മീരി ചില്ലിയും ഉപ്പും ഇടും. എന്നിട്ട് നമ്മൾ നല്ലപോലെ വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അത് കോരി എടുക്കുന്ന കൂട്ടത്തിൽ തേങ്ങ ഇടാവുള്ളേ. തേങ്ങയും ഒരു തണ്ട് കരിയാപ്പില ഇടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2 പാവയ്ക്ക ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തത്. ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ കാണിക്കണം കേട്ടോ. നമ്മൾ കുറച്ച് പാവയ്ക്ക ചൂടോടെ കോരിയിടുന്നത്. കോരിയിട്ട് അതിൻ്റെ മേലെ ഒത്തിരി വെന്തും പോകരുത്, കറക്റ്റ് ഒരു പാകമായിട്ട് കിട്ടണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും വെന്ത് പോകരുത്, വേകാതെ ഇരിക്കരുത്. വാട്ടിയെടുക്കുമല്ലോ അതുപോലെ തന്നെ. കുറച്ച് പാവയ്ക്ക കോരിയിട്ട് ആ ചൂടെ തന്നെ കുറച്ച് തേങ്ങയും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങയും കരിയാപ്പിലയില്ലേ അതുപോലെ കുറച്ചങ്ങോട്ട് വാരിയിടും. എന്നിട്ട് അതിൻ്റെ മേലെ നല്ല ചൂടല്ലേ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ശരിക്കും ആ ചൂട് കൊണ്ട് ഇത് വെന്തോളുവേ. ഇത് ആവിയായിട്ട് കറക്റ്റായിട്ട് റെഡിയായിട്ട് കിട്ടും നമുക്ക് കേട്ടോ. അപ്പം ഞാനിതിവിടെ സ്ഥിരം ചെയ്യുന്നതാണ്. ഇപ്പം ഇത് ശരിയാകുകയും ചെയ്യും, നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണേ. ഇപ്പം നമ്മൾ ഈ സമയത്ത്, ഈ ചൂടുള്ള സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒന്ന് ആവിയൊന്ന് മാറിക്കഴിയുമ്പോൾ നോക്കിയിട്ട് എരിവോ ഉപ്പോ വേണമെങ്കിൽ നമുക്കിപ്പോൾ ചേർക്കാം കേട്ടോ. ഇപ്പോൾ 1 കിലോ പാവയ്ക്കായ്ക്ക് വേണമെങ്കിൽ ഒരു പകുതി മുറി തേങ്ങ മതി കേട്ടോ. അതുപോലെ ഇപ്പം നമുക്ക് ആ തേങ്ങ വെന്തില്ല എന്നെങ്ങനെ നമുക്കൊരു ഡൗട്ടോ അല്ലെങ്കിൽ ഒരു കേടായി പോവോ എന്നൊക്കെ കുറേ വെച്ചിരിക്കാനൊക്കെ ആണെങ്കിൽ കേടായി പോകുമോ എന്നൊക്കെ ഡൗട്ടാണെങ്കിൽ ആ വെള്ളം തിളച്ചിരിക്കുമല്ലേ, അതിൻ്റെ മേലിലോട്ട് നമ്മൾ ആ കോരി വെച്ച പാത്രം അങ്ങോട്ട് കയറ്റി വെച്ചാൽ മതിയേ. അപ്പോൾ അതിൻ്റെ ആ ആവി കൊണ്ട് ഇച്ചിരി കൂടെ ആവി വരും കണ്ടോ. ഇപ്പോൾ എന്നായാലും ആ തേങ്ങ അല്ലെങ്കിൽ തേങ്ങ റെഡിയാവും. നമ്മൾ പച്ച ഉണക്കത്തേങ്ങയൊക്കെ കഴിക്കുന്നതല്ലേ പക്ഷേ ഇതിനി കേടായി പോവോ, ഉണക്കി സൂക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ചോമാറ്റം വരുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ കുറേശ്ശെ ഉണക്കി എടുക്കാറുള്ളൂ 1 കിലോ പാവയ്ക്കായ്ക്ക. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ സമയം നമ്മൾ നല്ലപോലെ വിനിയോഗിക്കണം. എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാവയ്ക്കായ്ക്കൊക്കെ 3 കിലോ 100 രൂപ, 4 കിലോ 100 രൂപ എന്നൊക്കെ പറഞ്ഞ് ടൗണിൽ കൂടെയൊക്കെ കിട്ടുവേ. അപ്പം പല രീതിയിൽ നമ്മൾ ഉണങ്ങി വെക്കാം. പച്ചമുളക് ഇട്ട് ഉണങ്ങാം, ചുമ്മാ വെറുതെ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഉപ്പും ഇട്ട് ഉണക്കി വയ്ക്കാം. ഇതുപോലെ ഉണക്കി വയ്ക്കാം. ഇതെന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഈ തേങ്ങാക്കൊത്തൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതെന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ ഉണക്കമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാവയ്ക്കായ്ക്കേ ഉള്ളൂ. അതുപോലെ വെയിലല്ലേ നമുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, വൈകുന്നേരമൊക്കെ അരിഞ്ഞ് വെച്ചാൽ ഇപ്പം മഴയൊന്നും എന്നായാലും പെയ്യാൻ പോകുന്നില്ലല്ലോ. അന്നേരം നമ്മളത് വെയിലത്ത് വെച്ചേച്ച് പോയാലും ഇപ്പോൾ ഈ പാവയ്ക്ക ആയതുകൊണ്ട് കാക്കയോ ഒന്നും എടുത്തുകൊണ്ടൊന്നും പോകത്തൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ സേഫായിട്ട് എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണേ. എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം. അപ്പം ഞാൻ വെച്ച വെയിൽ പോരാന്നും പറഞ്ഞ് അപ്പു അതെടുത്ത് മാറ്റിക്കൊണ്ട് വയ്ക്കുവാണേ. അന്നേരം അവിടെ നമ്മുടെ പഴം ഉണങ്ങാൻ വെച്ച് ഇത് കാണുന്നു കേട്ടോ. പഴത്തിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്, പഴം ഉണങ്ങുന്നത്. ഇതൊക്കെ ഈ സമയത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കാം കേട്ടോ. അത് അവൻ്റെ ഇടയ്ക്കൂടെ കൈയിട്ട് അവനെടുത്ത് തിന്നുന്നതാണേതേ. ഇച്ചിരി ഇപ്പോൾ 2-3 ട്രിപ്പായിട്ടാണ് നമ്മൾ പഴമായാലും ഉണങ്ങിയെടുക്കുന്നത്. പാവയ്ക്കാണേലും അതെ. ഇപ്പം 3 കിലോ 4 കിലോ എങ്ങാണ്ട് 100 രൂപയാണെന്നും പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നാൽ അതിപ്പോൾ ഞാൻ 2-3 സൈസായിട്ടാണ് വന്ന് ഉണക്കി വെക്കുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസത്തെ കഷ്ടപ്പാടേ ഉള്ളൂ. പറയുവാണെങ്കിൽ വേവിക്കുന്ന ഒരു കഷ്ടപ്പാടേ ഉള്ളൂ. പിന്നെ രാവിലെ വെച്ചിട്ട് വൈകിട്ട് എടുത്തുകൊണ്ട് പോന്നാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണേ. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം. കണ്ടോ, വൈകുന്നേരം ആയപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ആ പാവയ്ക്ക് ഏകദേശം ഉണക്കമായി നല്ലപോലെ. ഇനി ആ തേങ്ങയ്ക്കകത്ത് വല്ല ജലാംശം ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പൊക്കോട്ടെന്ന് ഓർത്ത് നാളെയും കൂടെ നമ്മൾ ഒന്നുകൂടെ വെക്കുവേ. എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം 2 ദിവസം വെക്കുന്നുള്ളൂ. മൂന്നാമത്തെ ദിവസം ഒത്തിരി ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിങ്ങ് പൊടി പോലെ ആയി പോവും. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് നല്ല അടിപൊളി. ഇതാണ് ഞാൻ പറഞ്ഞ തേങ്ങ ഇട്ട് പാവയ്ക്ക ഉണങ്ങുന്നൊന്നും ചിലവർക്കൊന്നും അറിയത്തില്ല എന്ന് തോന്നുന്നേ. പക്ഷേ നമ്മളൊക്കെ ചെയ്യുന്ന കേട്ടോ. അതിൻ്റെ അകത്ത് തേങ്ങയ്ക്കാണ് ടേസ്റ്റും കൂടുതൽ. വറുത്ത് കഴിഞ്ഞാൽ ആദ്യമേ തേങ്ങ എടുത്ത് തിന്നും, അത് കഴിഞ്ഞിട്ടാണ് പാവയ്ക്കയിലോട്ടൊക്കെ എല്ലാവരും പിടിക്കുന്നത്. തന്നെയല്ല പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിലേ ഈ ചെറിയ കയ്പ്പൊക്കെ കാണുള്ളൂ ഈ തേങ്ങയ്ക്ക്. അപ്പോൾ ആ കുഞ്ഞു കയ്പ്പൊക്കെ തിന്നാൻ പറ്റുമല്ലോ പിള്ളേർക്ക്. അപ്പോൾ അതിൻ്റെ വൈറ്റമിൻസൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്തൊക്കെ നോക്കണേ. ഞാനിതൊന്ന് വറുത്തൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് വീണ്ടും എടുത്ത് കാണിക്കുന്നത് തേങ്ങയുടെ പരുവ് ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയാണ്. കണ്ടോ, അത് ആ കറക്റ്റ് രീതിയിലാണ് കിട്ടിയേക്കുന്നത്. അത് അതിൻ്റെ അകത്ത് ജലാംശമൊന്നുമില്ല, അത് ഒടിയുന്ന പരുവത്തിലാണ് അതിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കളറൊന്നും അധികം മാറിയിട്ടുമൊന്നുമില്ല. അപ്പോൾ 2ാമത്തെ ദിവസമാണ് നമ്മൾ ഈ എടുത്ത് വെച്ചുകൊണ്ട് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇത് കറക്റ്റ് റെഡി ആയതാണ് കേട്ടോ. ഇനി ഞാനിത് ഇച്ചിരി എടുത്ത് വറുത്ത് കാണിക്കാം നിങ്ങളെ. കണ്ടോ, ആ തേങ്ങയുടെയൊക്കെ കളറ് കാണുമ്പോൾ തന്നെ നമുക്കതെടുത്ത് കഴിക്കാൻ തോന്നും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻ്റൊക്കെ ഇടണം കേട്ടോ. അപ്പം വീണ്ടും കാണാം.